ഹായ്. ഞാൻ പറഞ്ഞില്ലേ താൻ വരുമെന്ന്. തനിക്ക് ഫ്യൂച്ചറിലുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, തനിക്ക് ഒരു 6-7 വയസ്സുള്ളപ്പോ നടന്നൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താന്ന് പറഞ്ഞേ? എന്റെ അമ്മോ, ഇത് ആരാണ് ഈ പണി ചെയ്തത്? വലിച്ചു പൊക്കാൻ. നോക്കിക്കൊണ്ട് നിക്കുവോ? എടാ, വലിച്ചു പൊക്കാൻ. സാരയില്ല മോളെ, കരയണ്ട, സാരയില്ല. അയ്യോ, എന്റെ പൊന്നുമോൾ ആകെ പേടിച്ചു പോയി. കരയണ്ട, പോട്ടെ പോട്ടെ. ഇങ്ങോട്ട് എടുത്തോണ്ട് വാടാ. നല്ല മോളെ, ഇതിനകത്തോട്ട് എങ്ങനെ നിന്റെ തല കയറിയത്? എന്നിട്ട് അകാമത്തിയോ? എന്നിട്ട് അല്ല, നിങ്ങള് എന്നെ പറ്റി മാത്രമേ പറയൂ അതോ മറ്റുള്ളവരുടെ കാര്യം പറയോ? എനിക്ക് ആരോടാണോ കൂടുതൽ ഇൻട്രസ്റ്റ് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. കാര്യമൊക്കെ ശരിയാ. അപ്പൊ അവരുടെ ഡയറിയും തനിക്ക് കിട്ടണമല്ലോ. അന്ന് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് താൻ എന്റെ ഡയറി എടുത്തു. എന്റെ ഡയറിയിലുള്ള കാര്യം താനി വിളിച്ചു പറയുന്നത്. തനിക്ക് സിക്സ് സെൻസ് അല്ല, കോമൺ സെൻസ് പോലും ഇല്ല. സോറി, നാളെ ഞാൻ ഡയറി തിരിച്ചു തരാം. താങ്ക്സ്. എന്തിന്? എന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങള് ഓർമ്മിപ്പിച്ചതിന്. ബൈ. നമസ്കാരം. നമസ്കാരം. എന്താ ഇന്ന് വിശേഷിച്ച്? ഇന്ന് ഞങ്ങളുടെ മോളുടെ പിറന്നാളാ. അവളുടെ പേരിൽ അർച്ചന കഴിക്കണം. എന്താ പേര്? പേര് ഹണി. നക്ഷത്രം? മൂല നക്ഷത്രം. സാക്ഷാൽ ദേവിയുടെ നക്ഷത്ര. എല്ലാവരും തൊഴുതോളൂ.
എന്താ മോളെ? എന്തിനാ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? കാര്യം എന്താന്ന് പറ. മോളുണ്ട്. എന്ത് പറ്റിയെന്ന് പറ. മോളെ നിക്ക്. എന്താ പ്രശ്നം? എന്തിനാ ഇവളിങ്ങനെ ഓടുന്നത്? ഡാഡി, എന്തൊക്കെയാണോ എന്തോ. മോനെ, ഇതാരാ വന്നേക്കണെന്ന് നോക്കിയേ. അകത്തേക്ക് വാ, അകത്തേക്ക് വാ മോനെ. എന്തിനാ നീ വെളിയിൽ തന്നെ നിന്നേ? അകത്തേക്ക് വാ. എന്താ രവി എപ്പോഴാ വന്നത്? നാരായണ, ദേ നിന്റെ മരുമകൻ വന്നേക്കണ. ഇങ്ങോട്ടൊന്ന് വന്നേ, വേഗം വാടാ. ഓ അതാണോ കാര്യം? ഇത് പറയാനാണോ നീ ഇത്ര ടെൻഷൻ കാണിച്ചത്? ഞാനൊന്ന് പറയട്ടെ. ഡാഡി, ഞാൻ പറയുന്നു. വെൽക്കം വെൽക്കം. വാട്ട് എ സർപ്രൈസ്. എന്ത് കോല ഇത്? കണ്ടോ നിങ്ങള്? ഒരുപാട് നാളുകൂടി കാണുന്നതല്ലേ, അതാ രണ്ടുപേരും ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മോൾ എന്നോട് പറയും. പക്ഷെ മോൻ അമേരിക്കയിൽ നിന്ന് വന്ന കാര്യം മാത്രം പറഞ്ഞില്ലേ? അതല്ല ഡാഡി, ഞാൻ കമോൺ, മോള് വിഷമിക്കണ്ട. ഇന്ന് ഡിന്നർ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പുറത്തു പോയി ആഘോഷിക്കല്ലേ? സർ, എന്താ പ്രശ്നം? ഇവനൊരു ക്രിമിനലാ. ക്രിമിനൽ? ഞങ്ങളടുത്തുനിന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയതാ. നടക്കടാ. അങ്ങോട്ട് കേരള വണ്ടിയിലേക്ക്. അവനൊരു ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ പ്രേമിച്ചത്? ഇനി ഒന്നും വിളിക്കണ്ട. സത്യം എന്താണെന്ന് തുറന്നു പറ മോളെ. എന്നോട് ക്ഷമിക്കണം ഡാഡി. നിങ്ങളെല്ലാരും കല്യാണം പറഞ്ഞ് എന്നെ നിർബന്ധിച്ചപ്പോ ഏതോ ഒരു ഫോട്ടോ എടുത്തോണ്ട് വന്ന് ഞാൻ അയാളെ പ്രേമിക്കാന്ന് കള്ളം പറഞ്ഞതാ. അയാളൊരു ക്രിമിനലാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്റെ വീട്ടിൽ എന്ത് നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെ നടന്നിരിക്കുന്നു. ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അത് ഞായറാഴ്ച എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ കണ്ടീഷൻ വച്ചിട്ടുള്ളതാ. നിങ്ങളാരും അത് സീരിയസ് ആയി എടുത്തില്ല. അപ്പാപ്പ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് അത് തിരുത്താൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനൊരു കണ്ടീഷൻ വച്ചത്. നിങ്ങളോട് ഫ്രണ്ട്ലി ആയി പെരുമാറിയതും ഫ്രീഡം തന്നതും ഞാൻ ചെയ്ത തെറ്റ്. മോൾ എന്തോ അറിയാതെ ചെയ്തു പോയതാ. നിങ്ങളൊന്ന് ക്ഷമിക്ക്. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തന്നെയാ. ഇവൾക്ക് എന്നോട് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് മാത്രം പറഞ്ഞ മതിയായിരുന്നല്ലോ. ഡാഡി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി തീരുമാനം എടുക്കേണ്ട നീയാ. ചേട്ടാ, ഒന്ന് നിന്നേ.